അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ ശശികല സുരേഷ് ആലപിക്കുന്ന ലളിതഗാനം, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ, പാപ്പിക്കുട്ടിയമ്മ എഴുതി അവതരിപ്പിച്ച കവിത എന്നിവ കേൾക്കാം. ആദ്യം ശശികല സുരേഷ് ആലപിക്കുന്ന ലളിതഗാനം കേൾക്കാം. ഒഴുകി വന്ന രാവല്ലേ പ്രണയമുകിലായി മനം സ്വയം മറന്നില്ലേ കിനാവിലാദ്യമായി. പൂനിലാവൊഴുകി വന്ന രാവല്ലേ പ്രണയമുകിലായി മനം സ്വയം മറന്നില്ലേ കിനാവിലാദ്യമായി. ആത്മരാഗമുണരും കാട്ടുശിലയിലിതിലും, ആത്മരാഗമുണരും കാട്ടുശിലയിലിതിലും, കാറ്റുവന്നുമ്മ വയ്ക്കും നേരമുണർന്നു, കാറ്റുവന്നുമ്മ വയ്ക്കും നേരമുണർന്നു. ഹൃദയം പ്രണയമഴ പാകുന്നു. പൂനിലാവൊഴുകി വന്ന രാവല്ലേ പ്രണയമുകിലായി മനം സ്വയം മറന്നില്ലേ കിനാവിലാദ്യമായി. രാവിലീണമേകും രാക്കിളിച്ചിറകിൽ, രാവിലീണമേകും രാക്കിളിച്ചിറകിൽ, ചേർന്നുറങ്ങാൻ മോഹമായി മേഘശകലങ്ങൾ, ചേർന്നുറങ്ങാൻ മോഹമായി മേഘശകലങ്ങൾ. അരികെ ശ്യാമയാമിനിയിൽ, അരികെ ശ്യാമയാമിനിയിൽ, പൂനിലാവൊഴുകി വന്ന രാവല്ലേ പ്രണയമുകിലായി മനം സ്വയം മറന്നില്ലേ കിനാവിലാദ്യമായി, കിനാവിലാദ്യമായി. അങ്കണത്തിൽ ഇനി ജയശ്രീ മാമലക്കണ്ടം എഴുതിയ ഡ്രോണയും ഡോണയും അവരുടെ മോഹങ്ങളും എന്ന കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബിനു റോയ്. പുറത്ത് മഴയും കാറ്റും ഏറുകയാണ്. ഡ്രോണയെ ഇനിയും കാണുന്നില്ലല്ലോ. എന്തു പറ്റിയാവോ? സാധാരണ ഈ നേരത്ത് പള്ളി കഴിഞ്ഞു വരുന്നതാണ്. ഇനിയിപ്പോൾ വല്ല കൂട്ടുകാരികളുടെയും വീട്ടിൽ പോയിട്ടുണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോൾ വൈകുന്നത്. ആർക്കറിയാം ഇതുങ്ങളുടെയൊക്കെ കാര്യം. വീട്ടിലിരിക്കുന്നവരുടെ കാര്യം ശ്രദ്ധിക്കുകയേ വേണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഡ്രോണയ്ക്ക് എന്നും പരാതികളാണ്. അവളുടെ സ്വകാര്യതയിൽ ആരും ഇടപെടുന്നത് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല അവൾക്ക്. തനിക്കാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ആൻ്റണി ഇടയ്ക്കൊക്കെ തൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ തലയിടുമ്പോൾ താൻ ദേഷ്യപ്പെടാറില്ലേ? ഡ്രോണ വന്നിട്ട് വേണം ഡോണയെ കൂട്ടാൻ എയർപോർട്ടിൽ പോകാൻ. താൻ ഒറ്റയ്ക്ക് ചെന്നാൽ ഡോണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല. ഡ്രോണയാണ് അവളുടെ ജീവൻ. ട്വിൻസ് ആയതുകൊണ്ട് ഇത്രയും നാളുമൊക്കെ ഒരുമിച്ച് കളിച്ചും ചിരിച്ചും പഠിച്ചും നടന്നു. പഠിത്തം കഴിഞ്ഞ് വിദേശയാത്രയ്ക്കുള്ള വിസ ശരിയാകാൻ തടസ്സം വന്നതുകൊണ്ടാണ് ഡ്രോണയുടെ നഴ്സിംഗ് പഠനം നാട്ടിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാക്കിയത്. രണ്ടാളെയും കൂടി ജർമ്മനിയിൽ അയച്ച് നഴ്സിംഗ് പഠിപ്പിക്കണമെന്നായിരുന്നു തങ്ങളുടെ ആഗ്രഹം. 2 നഴ്സുമാർ, അതും ആതുര രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന 2 ചുണക്കുട്ടികൾ. സാമ്പത്തിക ബാധ്യത ഒരുപാടുള്ളതുകൊണ്ടാണ് 2 പേരെയും കൂടി ഒരുമിച്ച് വിദേശത്തേക്ക് വിടാത്തത് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഡ്രോണയുടെ വിസ ശരിയാകാഞ്ഞിട്ടാണെന്നല്ല. അതുകൊണ്ട് തന്നെ ആർക്കും തങ്ങളുടെ ബന്ധപ്പാടുകൾ അറിയുകയുമില്ല. എല്ലാവരുടെയും മുൻപിൽ ഹാപ്പിയായി കഴിയുന്ന അടിപൊളി കുടുംബം. അതാണ് ആൻ്റണിയുടെ മുതൽക്കൂട്ട്. മറ്റുള്ളവരുടെ മുന്നിൽ യശസ് ഉയർത്തി നിൽക്കാൻ കഴിയുക, അത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അമ്മച്ചി മരിക്കും മുമ്പ് തന്നെ ആൻ്റണിയോട് പറഞ്ഞിരുന്നു. ഇന്നുവരെ അദ്ദേഹം അത് പാലിക്കുകയും ചെയ്തു പോന്നു.
ഇനി എങ്ങനെയാകുമെന്ന് ദൈവത്തിനറിയാം. ഡോണ വന്നാൽ ഉടനെ തന്നെ തിരിച്ചു പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡ്രോണയെയും കുട്ടി ഒപ്പം പോകാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുള്ള വരവാണ്. ഇരുവർക്കും ഇപ്പോൾ വിവാഹം വേണ്ട എന്നാണ് പറയുന്നത്. വയസ്സ് 25 ആകുന്നു. ഇനി എന്നാണാവോ ഈ കുട്ടികൾ വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമൊക്കെ ചിന്തിച്ചു തുടങ്ങുന്നത്? അവരെ കുറ്റപ്പെടുത്തുന്നത് എന്തിന്? അതിനുള്ള പാങ്ങില്ലാതെ പോയതുകൊണ്ടല്ലേ ഇരുവരും പഠനം കഴിഞ്ഞ് ജോലി തേടിയിറങ്ങിയത്. അതാണെങ്കിൽ ഡ്രോണയുടെ കാര്യം ഒരിടത്തും എത്തിയിട്ടുമില്ല. ഇരട്ടകളാണെങ്കിലും അവളാണല്ലോ മുമ്പത്തി. ഡ്രോണയ്ക്കാണെങ്കിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നായികയില്ല. ഡോണ വരുമ്പോൾ അവളുടെ കൂടെ പോകുന്ന കാര്യം പറയുമ്പോഴൊക്കെ ഇവിടെ എന്തെങ്കിലും മതിയെന്നാണ് അവൾ പറയുന്നത്. ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ, അവരുടെ മനസ്സിൽ എന്താണെന്ന് കോഴി ചികയുന്നത് പോലെ ചികഞ്ഞ് ആർക്കും മാന്തിയെടുക്കാൻ പറ്റില്ല. അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് ഒരു ഓട്ടോറിക്ഷയുടെ സൗണ്ട് കേട്ടത്. ഡ്രോണയാകും. സാരിയുടെ മുന്താണി നേരെ ഇട്ടുകൊണ്ട് ആൻമേരി പെട്ടെന്ന് എഴുന്നേറ്റു. ഉടനെ പുറപ്പെടണം, എങ്കിലേ ഡോണയുടെ പ്ലെയിൻ വന്നു ചേരും മുമ്പ് എയർപോർട്ടിൽ എത്തിച്ചേരാനാവൂ. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് വിമാനത്താവളത്തിലേക്ക്. ഡോണ കാത്തിരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. അവളാണെങ്കിൽ ഒരു ചുണ്ടിക്കാരി കൂടിയാണ്. എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഉടനെ തന്നെ കയ്യിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിയും. വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയും ചെയ്യും. അത് എല്ലാവരും ഡോണയെക്കുറിച്ച് പറയുന്ന അഭിപ്രായമാണ്. അവൾ കടൽ കടന്നു പോകും വരെ അതിന് ആൻ്റണി എന്നും വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നതാണ് താനും. താൻ എന്തു പറഞ്ഞാലും കേൾക്കുകയുമില്ല. അതുകൊണ്ട് വായിട്ടലയ്ക്കാറുമില്ല. പെൺകുട്ടികളായാൽ കുറച്ചൊക്കെ ബോൾഡായിരിക്കണം. അതാണ് ഫാദർ അബ്രഹാം പോലും പറയുന്നത്. എല്ലാവർക്കും തൻ്റെ കുട്ടികൾ മാതൃകയായിരിക്കണം എന്നാണ് ആഗ്രഹം. എങ്ങനെയെങ്കിലും വന്നു ഭവിക്കട്ടെ. അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രോണ അവിടേക്ക് ധൃതിയിൽ കടന്നു വന്നു. എന്നിട്ട് റോസ്മേരിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സോറി മമ്മി, സോറി. ഞാൻ അല്പം ലേറ്റായിപ്പോയി. മറ്റൊന്നുകൊണ്ടുമല്ല, ഒരു ഫ്രണ്ടിൻ്റെ ഫാദറിന് ആക്സിഡൻ്റ് ഉണ്ടായി. അവളുടെ കൂടെ ഹോസ്പിറ്റൽ വരെ പോകേണ്ടി വന്നു. അതാണ് താമസിച്ചത്. സോറി കേട്ടോ. വീർത്ത മുഖവുമായി നിന്ന ആൻമേരിയോട് ഡ്രോണ കൊഞ്ചലോടെ പറഞ്ഞു. എന്നിട്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എൻ്റെ മമ്മിക്കുട്ടി സൂപ്പറായി നിൽക്കുന്നുണ്ടല്ലോ. പൊന്നുമോളെ കൂട്ടാൻ പോകാനുള്ള ധൃതിയാവുമല്ലേ? എന്നാൽ വാ, നമുക്ക് പെട്ടെന്ന് പോകാം. പപ്പ വരണമെങ്കിൽ ഇനിയും താമസമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. ടാക്സി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് വാ മമ്മി. ടാക്സിയിൽ ഇരിക്കുമ്പോൾ ഡ്രോണ ചിന്തിക്കുകയായിരുന്നു, എന്നായിരിക്കും ഇനി അവനെ ഒന്ന് കാണാൻ പറ്റുക? ഡോണ പോകാതെ ഒന്നിനും സാധിക്കുകയില്ല. മമ്മിയുടെയും പപ്പയുടെയും മുന്നിൽ മാതൃകയായി നിൽക്കാം. പക്ഷേ ഏത് കള്ളത്തരവും ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കുന്നവളാണ് ഡോണ. അതാണ് തൻ്റെ പേടിയും. എന്തായാലും ഇനി എത്രയും വേഗം തങ്ങളുടെ ബന്ധം വീട്ടിൽ പറഞ്ഞോളാം എന്നാണ് ടോണി ഏറ്റിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വേണം തൻ്റെ വീട്ടിൽ ടോണിയെക്കുറിച്ച് പറയാൻ. അവനില്ലാതെ എന്ത് പ്രതിസന്ധി വന്നാലും തനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല. അത്രയ്ക്ക് താൻ അവനെ സ്നേഹിച്ചു പോയി. ഡോണയ്ക്കും കാണും എവിടെയെങ്കിലും ഒരു ചുള്ളൻ ചെക്കൻ. അങ്ങനെ വന്നാൽ മതിയായിരുന്നു. എങ്കിൽ തൻ്റെ കാര്യം രക്ഷപ്പെട്ടു. പേടിക്കാൻ പിന്നെ ഒന്നുമില്ല. രണ്ടുപേരും തുല്യരാണെന്ന് ജനങ്ങളും പപ്പയും മമ്മിയും കുറ്റപ്പെടുത്തിക്കൊള്ളും. എന്നാലും വേണ്ടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തല്ലിക്കൊന്നാലും തനിക്ക് ടോണിയെ വേണം. അവൻ മാത്രം മതി ഈ ജീവിതകാലം മുഴുവൻ. അല്ലാതെ അവൻ്റെ പൊളിറ്റിക്കൽ ലൈഫ് ഉപേക്ഷിക്കാൻ താൻ ഒരിക്കലും പറയില്ല. അതിൻ്റെ ആവശ്യവുമില്ല. സാമൂഹിക പ്രവർത്തകർ ഉണ്ടെങ്കിലല്ലേ ജനങ്ങളെ അവരുടെ രക്ഷാകവചത്തിനുള്ളിൽ മറ്റുള്ളവർ കടന്നു കയറാതെ സംരക്ഷിക്കുകയുള്ളൂ. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നവരാണ് രാഷ്ട്രീയക്കാർ. എല്ലാ പൊളിറ്റിക്കൽ മൈൻഡുള്ളവരും കള്ളന്മാരാകണമെന്നില്ലല്ലോ. അവർക്കിടയിൽ നല്ലവരുമുണ്ട് എന്നാരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. എല്ലാവരെയും ഒരേ തുലാസിൽ തൂക്കുന്നവരാണ് ജനങ്ങൾ, തുല്യ മാർക്കിടുന്നവർ. ഒരു കണക്കിന് പറഞ്ഞാൽ ജനങ്ങളാണ് വിഡ്ഢികൾ. അവർക്ക് തെറ്റും ശരിയും ഏതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. രാഷ്ട്രീയത്തിലുള്ളവരെല്ലാം ഒരുപോലെയുള്ളവരായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. താനത് ടോണിയോടും പറയാറുണ്ട്. എല്ലാവരെയും നേരിൻ്റെ കുപ്പായം ധരിപ്പിക്കാൻ. അവൻ അപ്പോഴൊക്കെ അത് ചിരിച്ചു തള്ളും.
തൻ്റെ ടോണി ആരായിരുന്നാലും എന്തായാലും തനിക്ക് കുഴപ്പമില്ല. എന്നും തൻ്റേത് മാത്രമായിരിക്കണം അവനെന്ന് മാത്രം. ഡ്രോണ അങ്ങനെ വിവിധങ്ങളായ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ റോസ്മേരിക്ക് എന്തോ സംശയം തോന്നാതിരുന്നില്ല. അവർ കാലുഷ്യത്തോടെ മകളെ നോക്കി, പിന്നെ ഈർഷ്യയോടെ അവളെ ഒന്ന് തോണ്ടി. എന്താടി ഇത്ര വലിയ ആലോചന? ഡോണയെക്കുറിച്ചാണോ? അവളിങ്ങ് വന്നോളും. അതിന് നീ ഇത്ര തലപുകയേണ്ട കാര്യം എന്താണെന്നാ എനിക്കറിയാൻ മേലാത്തെ. അല്ലെങ്കിലും നീ ആൾ ശരിയല്ല. അത് ആൻ്റണിക്കും അറിയാം കേട്ടോ. എൻ്റെ മോള് ഓർത്തിരുന്നു, അവളിങ്ങ് വന്നോട്ടെ, നിന്നെ കടത്തി വിട്ടിട്ട് തന്നെ കാര്യം. നീ എന്ത് കണ്ടിട്ടാ ആ താന്തോന്നി ചെറുക്കൻ്റെ പുറകെ നടക്കുന്നത്? ആരെങ്കിലും എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞെന്ന് വെച്ച് യെസ് മൂളരുത് കേട്ടോ. പറഞ്ഞില്ലെന്ന് വേണ്ട. മമ്മിയുടെ സംസാരത്തിലെ ഒഴുക്ക് കണ്ടപ്പോൾ ഡ്രോണ അതിൽപ്പെട്ട് ഒഴുകിപ്പോയി. ഈശോയെ, എങ്ങോട്ടാണ് മമ്മിയുടെ യാത്ര? ഇത്ര പെട്ടെന്ന് എല്ലാവരും അറിഞ്ഞോ തങ്ങളുടെ ബന്ധം? ശരിക്കും പറഞ്ഞാൽ ആശ്വസിക്കുകയാണ് വേണ്ടത്. ഡോണ വരുമ്പോൾ അവൾ കൂടി അറിഞ്ഞാൽ മതിയല്ലോ കാര്യങ്ങൾ എളുപ്പമാകാൻ. അല്ലെങ്കിലും തങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? ഇനിയിപ്പോൾ ഒരു കല്യാണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു എന്ന് കരുതിയും സ്വയം ചിന്തിച്ചു എന്ന് കരുതിയും ആളെ കണ്ടെത്തിയെന്ന് കരുതിയും ഒരു തെറ്റുമില്ല. ബഹുജനം പലവിധം അങ്ങനെ പറഞ്ഞാൽ മതി മമ്മി എന്ന് പറയണമുണ്ടായിരുന്നു അവൾക്ക്. പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്നും മിണ്ടാൻ പറ്റിയില്ല. പിന്നീട് എയർപോർട്ടിൽ എത്തുന്നതുവരെ ഇരുവരും ഒന്നും തന്നെ സംസാരിച്ചില്ല. രണ്ട് മക്കൾ രണ്ട് രീതിയിലാണ് ജീവിതത്തെ കാണുന്നത് എന്ന് മാത്രം റോസ്മേരിക്ക് മനസ്സിലായി. എന്തെങ്കിലും സംഭവിക്കട്ടെ, ഡ്രോണ ഒരിക്കലും ഡോണിയിൽ നിന്നും പിന്തിരിയില്ല. അതിൻ്റെ സൂചനയാണല്ലോ തന്നതും. ഇത്രയും നാളും എല്ലാവരുടെയും മുൻപിൽ അഭിമാനം പണയപ്പെടുത്തിയില്ല. ഇനി മക്കൾ മൂലം അതില്ലാതാവുകയാണെങ്കിൽ ആവട്ടെ, സഹിക്കുക തന്നെ. റോസ്മേരിയുടെ ചിന്തകൾ അങ്ങനെ നീണ്ടുപോകുമ്പോൾ എയർപോർട്ടിൽ ഓട്ടോ എത്തിച്ചേർന്നിരുന്നു. ധൃതിയിൽ ഇരുവരും ഇറങ്ങി. എന്നിട്ടും അവർ ചെന്നപ്പോഴേക്കും വിമാനം ലാൻഡ് ചെയ്തിരുന്നു. യാത്രക്കാർ ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നു. പ്രിയപ്പെട്ടവർ അവരെ ആലിംഗനങ്ങൾ കൊണ്ടും മറ്റും സ്വീകരിക്കുന്നു. ലഗേജുകൾ ഏറ്റുവാങ്ങുന്നു. ശേഷം സ്വന്തം വണ്ടിയിലും മറ്റും മടക്ക യാത്രയാവുകയാണ്. തങ്ങൾ അല്പം താമസിച്ചു പോയി എന്ന് ഡ്രോണയും ഓർത്തു. പലവിധ ചിന്തകൾ കൊണ്ടിരുന്നതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. അപ്പോഴാണ് ഡ്രോണ വലിയൊരു ട്രോളി ബാഗും ഉന്തിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത്. റോസ്മേരിയും ഡ്രോണയും ഓടിച്ചെന്ന് അവളെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ച് ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇറുകിപ്പിടിച്ച ജീൻസിലും ബനിയനിലും അവൾ അല്പം കൂടി തടിച്ചിരുന്നു. വെളുത്തു ചുമന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയെപ്പോലെ അവളെ ആര് കണ്ടാലും അപ്പോൾ മോഹിച്ചു പോകുമെന്ന് ഡ്രോണയ്ക്ക് തോന്നി. തനിക്ക് അതിൽ പകുതി സൗന്ദര്യം പോലും തൊട്ടു തീണ്ടിയിട്ടില്ല. എന്നാലും തന്നെ തൻ്റെ ഡ്രോണിക്ക് ഇഷ്ടമാണല്ലോ, അത് മതി. എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഡ്രോണയുടെ കരം കവർന്നുകൊണ്ട് തിരക്കി. അവൾ ഒന്നും മിണ്ടിയില്ല. പകരം സഹോദരിയെ ഇറുകെ പുണർന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോട് കുറച്ച് സീക്രട്ട് കാര്യങ്ങൾ പറയാനുണ്ട്. വീട്ടിൽ ചെന്നിട്ടാവാം. അതുവരെ ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അടക്കി വയ്ക്കട്ടെ. ഡോണയും പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ തൻ്റെ പ്രിയപ്പെട്ടവർക്കിടയിൽ ഒട്ടിച്ചേർന്നിരുന്നു. ഓട്ടോ വീടിന് മുന്നിൽ നിന്നപ്പോൾ സിറ്റൗട്ടിൽ തന്നെ ആൻ്റണിയും പരിചയമില്ലാത്ത ഒരു ചെറുപ്പക്കാരനും നിൽക്കുന്നത് ഡോണ കണ്ടു. ആരാകും? അവൾക്ക് ഒരു ഊഹവും കിട്ടിയില്ല. എങ്കിലും അവൾ ഓടിച്ചെന്ന് പപ്പയുടെ തോളിൽ തൂങ്ങി. ഹായ്, പപ്പ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. എന്തു പറ്റി? ഇനി വല്ല ഷുഗറും പിടിച്ചോ? ആരാ ഈ പയ്യൻ? ആൻ്റണിയുടെ മുഖം ഇരളുന്നത് നോക്കാതെ ഡോണ ചോദിച്ചു. അത് നിന്റെ ചേച്ചിയോട് തന്നെ ചോദിക്ക്, അവൾ പറഞ്ഞു തരും എല്ലാം. അല്ലാതെ ഞാനിപ്പോൾ എന്തു പറയാൻ? റോസ്മേരിക്കാകട്ടെ ടോണിയെ കണ്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും അവർ മുഖം കറുപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ടോണിയാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ ഡ്രോണയെ, തൻ്റെ പ്രിയപ്പെട്ടവളെ നോക്കി നിന്നതേയുള്ളൂ. അവളും അവനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാവുക എന്ന് അവൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടി. എങ്കിലും അവളും അവനോട് കാര്യമായി ഒന്നും സംസാരിക്കാതെ പുഞ്ചിരിച്ചതേയുള്ളൂ. അതിൽ അവൾക്ക് പറയാനുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ടോണി കല്യാണം ആലോചിച്ച് വന്നതാണെന്നതിൽ ഒരു തർക്കവും ഡ്രോണയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൾ കൊണ്ട് അവന് ഒരു സിഗ്നൽ കൊടുത്തിട്ട്
അവൾ മെല്ലെ അകത്തേക്ക് പോയി. അവിടെ റോസ്മേരി ഡോണയോട് ടോണിയെക്കുറിച്ച് അവർക്കറിയാവുന്നതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഡ്രോണയെ കണ്ടപ്പോൾ ഡോണ ചോദിച്ചു, എന്താ ചേച്ചി ഇതൊക്കെ? അവനെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന് ഞങ്ങളെ കുരങ്ങ് കളിപ്പിക്കണം എന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ കല്യാണം നടത്തി തന്നേക്കാം. രാഷ്ട്രീയക്കാരനാണെന്ന് കരുതി എനിക്ക് കുറച്ചിലൊന്നും തോന്നുന്നില്ല. മറിച്ച് അഭിമാനമേ ഉള്ളൂ. നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണല്ലോ രാഷ്ട്രീയക്കാർ. സമൂഹത്തിനു വേണ്ടി ചെയ്യുമ്പോൾ സ്വന്തം കുടുംബവും കുഞ്ഞുങ്ങളും മറന്നു കളയരുത് എന്ന് ചേച്ചി പറഞ്ഞാൽ മതി. അല്ലാതെ ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ യാതൊരു അനിഷ്ടവുമില്ല. ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ അവനുണ്ടല്ലോ, അത് മതി. പപ്പയുടെ അനുവാദം കൂടി ഞാൻ വാങ്ങിച്ചെടുത്തോളാം. സമയം തന്നാൽ മതി എൻ്റെ ഡ്രോണക്കുട്ടി. അവൾക്ക് അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. വലിയൊരു പ്രതിസന്ധിയാണ് താൻ തരണം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം ഡോണ നോക്കിക്കൊള്ളും. അവളാണല്ലോ ഇടങ്ങേറുണ്ടാകുമെന്ന് കരുതിയവൾ. അതെന്തായാലും സംഭവിച്ചില്ല. ഡ്രോണയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. എന്തായാലും ടോണി തൻ്റെ സ്വന്തമാകാൻ പോവുകയാണ്. കടൽ കടന്നുള്ള ജീവിതം തനിക്ക് വേണ്ട. സ്വന്തം നാട്ടിൽ പറ്റുന്ന തൊഴിൽ ചെയ്ത് ജീവിച്ചു പോന്നാൽ മതി. അല്ലാതെ ഡോണയെപ്പോലെ കൂടുതൽ സുഖസൗകര്യങ്ങൾക്കൊന്നും വേണ്ടി അക്കരെ പറ്റാൻ തനിക്ക് വയ്യ. ഒരു സാധാരണക്കാരൻ്റെ ഭാര്യയായി തനിക്ക് ജീവിച്ചാൽ മതി. ഡ്രോണയുടെ ചിന്തകൾ അങ്ങനെ പോകുമ്പോൾ ടോണി യാത്ര പറയുന്നത് അവൾ കേട്ടു. എന്ത് തീരുമാനമെടുത്തു ആവോ? എന്തായാലും എല്ലാവരും കൂടിയിരുന്ന് ഒരു തീരുമാനമെടുക്കാതെ ടോണിയോട് പപ്പ തന്നെ വാക്കു പറയുമെന്ന് തോന്നുന്നില്ല. അതും ഡോണയുടെ സമ്മർദ്ദമില്ലാതെ. എന്തായാലും തനിക്ക് ഡോണിയെ നഷ്ടപ്പെടില്ല എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അവൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇളം വെയിൽ തെളിഞ്ഞ് ചെറുകാറ്റു വീശി. അതൊരു ഗ്രീൻ സിഗ്നലായി കണ്ടുകൊണ്ട് ഡ്രോണ അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പുറത്ത് അപ്പോഴും ഇളം കാറ്റും വെയിലും അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥയാണ് ശ്രോതാക്കൾ കേട്ടത്. ഈ കഥ അവതരിപ്പിച്ചത് ബിനു റോയ്. അടുത്തതായി പാപ്പിക്കുട്ടിയമ്മ എഴുതി അവതരിപ്പിച്ച ഒരു കവിത കേൾക്കാം. കുഞ്ഞിൻ്റെ ആത്മനൊമ്പര. എന്തിനാണമ്മേ നിൻ മൺകലെ സൃഷ്ടിച്ച് പാരിൽ പിറക്കുവാൻ കാത്തിരുന്നു വൃഥ? എന്തിനാണമ്മേ നിൻ മൺകലെ സൃഷ്ടിച്ച് പാരിൽ പിറക്കുവാൻ കാത്തിരുന്നു വൃഥ? ഊഴിയിലെത്തി പ്രകൃതി കണ്ടിടവേ ആസ്വദിച്ചിടാൻ കഴിയുന്നതിന് മുൻപ്, ഊഴിയിലെത്തി പ്രകൃതി കണ്ടിടവേ ആസ്വദിച്ചിടാൻ കഴിയുന്നതിന് മുമ്പ് നിഗ്രഹിച്ചെന്നെ രുചിച്ചതും എന്തിന്? പുണ്യപാപങ്ങൾ മറന്നങ്ങു പോയതോ? നിഗ്രഹിച്ചെന്നെ രുചിച്ചതും എന്തിന്? പുണ്യപാപങ്ങൾ മറന്നങ്ങു പോയതോ? പൂവൻ കൂവാത്ത കലിയുഗമായിട്ടോ നാഥനില്ലാത്ത ഗ്രഹമായി തീർന്നത്? പൂവൻ കൂവാത്ത കലിയുഗമായിട്ടോ നാഥനില്ലാത്ത ഗ്രഹമായി തീർന്നത്? ആദരവും സദാചാരവുമൊക്കവേ കന്യാവ്രതവുമായി എങ്ങോട്ട് പാഞ്ഞിതു? ആദരവും സദാചാരവുമൊക്കവേ കന്യാവ്രതവുമായി എങ്ങോട്ട് പാഞ്ഞിതു? മാതൃത്വം ഇന്ന് കിരാതമായി തീർന്നിതോ? അമ്മ വാക്കിൻ്റെ മധുരം നശിച്ചതോ? മാതൃത്വം ഇന്ന് കിരാതമായി തീർന്നിതോ? അമ്മ വാക്കിൻ്റെ മധുരം നശിച്ചതോ? വാത്സല്യനിധിയിൽ മുഴുക്കാപ്പു ചാർത്തിയ മാനസ പത്മാലൻ തളിർന്നുള്ളിതെങ്ങനെ? വാത്സല്യനിധിയിൽ മുഴുക്കാപ്പു ചാർത്തിയ മാനസ പത്മാലൻ തളിർന്നുള്ളിതെങ്ങനെ? തൻ ജീവനായ ശിശുവെ പൂജിക്കുമ്പോൾ എന്തോ അകൃതങ്ങൾ കാണുന്നു മാനസേ. തൻ ജീവനായ ശിശുവെ പൂജിക്കുമ്പോൾ എന്തോ അകൃതങ്ങൾ കാണുന്നു മാനസേ. അമ്മ എന്ന രണ്ടു പൊന്നാക്ഷരവിളിയിൽ നാവിൽ തളമ്പേറ്റിതെന്തിനു വേണ്ടി നീ? അമ്മ എന്ന രണ്ടു പൊന്നാക്ഷരവിളിയിൽ നാവിൽ തളമ്പേറ്റിതെന്തിനു വേണ്ടി നീ? ചക്കരമുത്തിന് ചുംബനം നൽകാതെ ആ വദനത്തെ രുചിച്ചതുമെങ്ങനെ?
ചക്കരമുത്തിന് ചുംബനം നൽകാതെ ആ വദനത്തെ രുചിച്ചതുമിങ്ങനെ. താരാട്ടുപാടി ഉറക്കേണ്ട കൈകളാൽ കണ്ടം പിഴുതങ്ങെടുത്തതുമെന്തിന്. താരാട്ടുപാടി ഉറക്കേണ്ട കൈകളാൽ കണ്ടം പിഴുതങ്ങെടുത്തതുമെന്തിന്. മാറത്തെ ദുഃഖന്നുവരാൻ തരാതെയും കെട്ടിപ്പിടിച്ചെന്നെ ഉണ്ടൊരു ദുഷ്ടയായി. ചക്കരെ മുട്ടിപ്പിടിക്കുന്ന വാത്സല്യ മുത്തുകൾ ചോർത്തിക്കളഞ്ഞിതോ. താരാട്ടുപാടി ഉറക്കേണ്ട കൈകളാൽ കണ്ടം പിഴുതങ്ങെടുത്തതുമെന്തിന്. മാറത്തെ ദുഃഖം നുകരാൻ തരാതെയും കെട്ടിപ്പിടിച്ചെന്നെ ഉണ്ടൊരു ദുഷ്ടയായി. ചക്കരെ മുട്ടിപ്പിടിക്കുന്ന വാത്സല്യമുത്തുകൾ ചോർത്തിക്കളഞ്ഞിതോ. ചക്കരെ മുട്ടിപ്പിടിക്കുന്ന വാത്സല്യമുത്തുകൾ ചോർത്തിക്കളഞ്ഞിതോ. എൻ്റമ്മ എന്നുടെ കാലനായി തീർന്നതിൽ ചിന്തിച്ചിടുന്നേരം അത്ഭുതം തോന്നുന്നു. എൻ്റമ്മ എന്നുടെ കാലനായി തീർന്നതിൽ ചിന്തിച്ചിടുന്നേരം അത്ഭുതം തോന്നുന്നു. എങ്ങനെ പാണി ചലിച്ചമ്മ എൻ ജീവൻ നുള്ളിയെടുത്തു വലിച്ചു മോന്തിയിടുവാൻ. എങ്ങനെ പാണി ചലിച്ചമ്മ എൻ ജീവൻ നുള്ളിയെടുത്തു വലിച്ചു മോന്തിയിടുവാൻ. അമ്മ ഹൃത്താരു ശിലയായി തീർന്നിതോ തൻ സുഖത്തിനായി ബലി കൊടുത്തിടുവാൻ. അമ്മ ഹൃത്താരു ശിലയായി തീർന്നിതോ തൻ സുഖത്തിനായി ബലി കൊടുത്തിടുവാൻ. അമ്മ സമീപേ നകന്നങ്ങു വാനിലായി നിന്നിട്ടു ചൊല്ലി വേർപെട്ടതെന്നൊമ്പരം. അമ്മ സമീപേ നകന്നങ്ങു വാനിലായി നിന്നിട്ടു ചൊല്ലി വേർപെട്ടതെന്നൊമ്പരം. ഗൽഗതത്തോടെ അശരീരി കേൾക്കവേ മാതാഭിഷണയായി വീണിതുകൂതലേ. ഗൽഗതത്തോടെ അശരീരി കേൾക്കവേ മാതാഭിഷണയായി വീണിതുകൂതലേ. മാതാഭിഷണയായി വീണിതുകൂതലേ. പാപ്പിക്കുട്ടിയമ്മ എഴുതി അവതരിപ്പിച്ച കവിത, ജയശ്രീ മാമലക്കണ്ടം എഴുതിയ കഥ, ശശികല സുരേഷ് ആലപിച്ച ലളിതഗാനം എന്നിവയാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.